എങ്ങനെയാണ് ഈ ഏൻഷ്യൻ ഈജിപ്ഷ്യൻ ആൾക്കാര് ഈ ഒരു ബിലീഫ് സ്ട്രോങ് ആയിട്ട് കൊണ്ടു നടന്നിരുന്നതെന്ന് നമ്മൾ സയന്റിസ്റ്റുകൾ ഒത്തിരി ആലോചിച്ചിട്ടുണ്ട്. അവർ കുറച്ച് പ്രപ്പോസ് ചെയ്യുന്ന കുറച്ച് ഐഡിയാസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഡ്രീംസ്. ആ സമയത്ത് മരിച്ചുപോയവരെ പറ്റിയുള്ള സ്വപ്നങ്ങൾ കാണും. മരിച്ചു പോയവര് വന്ന് ഓരോ അഡ്വൈസസ് തരുന്നത്, ഇതൊക്കെ അവര് സ്വപ്നങ്ങൾ കാണും. പക്ഷെ ആ സമയത്ത് എന്ന് വെച്ചാൽ സ്വപ്നങ്ങളാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവര് വിചാരിക്കും ഏതോ ഒരു സ്ഥലത്ത് എവിടെയോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്റെ മരിച്ചുപോയ ആള് എന്ന് അവര് വിചാരിക്കും. ഇതോടൊപ്പം തന്നെ ഈ മരിച്ചുപോയ ആളുടെ ശരീരം ഇൻടാക്ട് ആയിട്ട് നമ്മള് മണ്ണീന്ന് കണ്ടെടുക്കുവാണെങ്കിൽ, ഈജിപ്ഷ്യൻ റീജിയൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡെസേർട്ടഡ് ആയിട്ടുള്ള ഏരിയ ആണല്ലോ. അപ്പൊ അവിടെ നല്ല ഹീറ്റ് ഉണ്ടാവും, ഡീകമ്പോസിഷൻ നടക്കാൻ പാടാണ്. അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ ആ മരിച്ചുപോയ സെയിം ആളുടെ ഇൻടാക്ട് ബോഡി അവിടെ കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കണക്ഷൻ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. റിമൈൻസ് ഇൻടാക്ട് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഒരു ചാൻസ് ഉണ്ട് സർവൈവ് ചെയ്യാനായിട്ട്, അടുത്ത ലൈഫിലേക്ക് സർവൈവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കണ്ടത് എന്നുള്ള ഒരു ബിലീഫ് ഒന്നാണ്. വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, അവര് നേരിട്ട് നേച്ചറിൽ കാണുന്ന കുറച്ച് സിമ്പിൾസാ. അതായത് സൂര്യൻ എന്നും ഉദിക്കും, പിന്നെ അസ്തമിക്കും, പിന്നെ ഉദിക്കും, പിന്നെ അസ്തമിക്കും. അപ്പൊ ഇത് സൈക്ലിക് ആയിട്ട് നടക്കുന്നുണ്ട്. അതേപോലെ അവര് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻസ് നൈൽ നദിയുടെ തീരത്തായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ സിറ്റുവേഷനിൽ അവര് വെജിറ്റേഷൻ ഗ്രോ ചെയ്യുന്നതും പോകുന്നതും സീസണലായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുന്നതും അവര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ കൊണ്ട് തന്നെ ലൈഫ് മരിച്ചുപോയാലും വീണ്ടും ഒരു നെക്സ്റ്റ് ചാൻസ് കൂടി ഉണ്ട് എന്നുള്ള തോട്ട് അവരുടെ മനസ്സിൽ ബിൽഡപ്പ് ആവാനായിട്ട് ഒരു കാരണമായിരിക്കാം. അതുപോലെ തന്നെ അവർ ഫോളോ ചെയ്തിരുന്ന വേറൊരു മിത്താണ് ഒസൈറസിന്റെ ഫീൽഡ്സ് ഓഫ് റീഡ്സ് എന്ന് പറയുന്നത്. അപ്പോ മരിച്ചതിന് ശേഷം മരിച്ചവര് ഒസൈറസ് എന്ന് പറഞ്ഞൊരു ഗോഡിന്റെ കോടതി കയറണം എന്നാണ്. അപ്പൊ ആ കോടതിയിൽ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നല്ലതാണോ, അയാൾ ഇന്നസെന്റ് ആണോ എന്നുള്ള കാര്യങ്ങള് ബോധ്യപ്പെടുത്തുന്ന ഒരു കോടതിയാണിത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഹൃദയം വേണം. ഹൃദയം വേറൊരു ഫെദറുമായിട്ട് ബാലൻസ് ചെയ്ത് നോക്കും. ബാലൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം ലൈറ്റ് ആയിരിക്കണം. അപ്പൊ ലൈറ്റ് ആണെങ്കിൽ ഒസൈറസ് പറയും അടുത്ത ലൈഫിലോട്ട് പോവാന്ന്, നമുക്ക് പെർമിറ്റ് കിട്ടും. പക്ഷെ നമ്മുടെ ഹൃദയം ഫെദറിനേക്കാളും ഭാരം കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മള് നെക്സ്റ്റ് ലൈഫിലോട്ട് പോകാനായിട്ട് നമുക്ക് ചാൻസ് ഇല്ല. അപ്പോ നമ്മളെ തിന്നാനായിട്ട് വേറൊരു ഡീമണും അവിടെ ഉണ്ടായിരിക്കും, ഡീമൺ ഗോഡും അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് ഒസൈറസിന്റെ ആ ഒരു മിത്ത് അവര് പണ്ടത്തെ ഏൻഷ്യൻ ഈജിപ്റ്റ് ആൾക്കാര് ഫോളോ ചെയ്തിരുന്നത്.